മേപ്പാടി ദുരന്തവുമായി ബന്ധപ്പെട്ട ക്യാമ്പുകളിൽ പുറത്തുനിന്നെത്തുന്ന ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയതായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ക്യാമ്പുകളിൽ ഭക്ഷണവും മരുന്നുകളും ഉൾപ്പെടെ കുറവുള്ളവ പരിഹരിക്കാൻ പുറത്തുനിന്നുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സർക്കാർ ഒരുക്കിയിരിക്കുന്ന സംവിധാനത്തിന് പുറമെയാണിത്. ക്യാമ്പുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ UDF പ്രവർത്തകർ തയ്യാറാണെന്ന് MLAക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നും വി.ഡി. സതീശൻ മേപ്പാടിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ചാലിയാറിലൂടെ ശരീരാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ഒഴുകുകയാണ്. മണ്ണിനടിയിൽപ്പെട്ടവരെയും ഒറ്റപ്പെട്ടു പോയവരെയും കണ്ടെത്താൻ രക്ഷാപ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ മൃതദേഹങ്ങൾ എത്തുമ്പോൾ ഫ്രീസറുകളുടെ കുറവുണ്ടായാൽ അതിന് പകരമായി ഫ്രീസറുകളുള്ള കണ്ടെയ്നറുകൾ പുറത്തുനിന്ന് എത്തിച്ചു നൽകാമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. എന്ത് ആവശ്യമുണ്ടെങ്കിലും പരിഹരിക്കും. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാനോ ദുരന്ത മേഖലയിൽ വീണ്ടും വീട് പണിയാനോ സാധിക്കില്ല. മറ്റൊരു സ്ഥലം കണ്ടെത്തി വീട് നിർമ്മിക്കുന്നതുവരെ അവർക്ക് വാടക വീടുകൾ കണ്ടെത്തി വാടക നൽകുന്നതിന് സംവിധാനമൊരുക്കും. ഇതിന്റെ ഭാഗമായി വീടുകളിലേക്ക് മടങ്ങാൻ സാധിക്കാത്തവരുടെ പട്ടിക MLAയുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ യോഗം ചേർന്ന് തയ്യാറാക്കും. മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്ന സർവകക്ഷി യോഗത്തിലും പ്രതിപക്ഷം എല്ലാ സഹകരണവും നൽകുമെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലുമുണ്ടായ കടുത്ത മണ്ണിടിച്ചിലിൽ മരണമടഞ്ഞവരുടെ എണ്ണം 200 കവിഞ്ഞിട്ടുണ്ട്. മുണ്ടക്കൈ ഗ്രാമത്തെ ഒന്നാകെ ഉരുൾ ഇല്ലാതെയാക്കി. ഇന്ന് പുലർച്ചെ മുതൽ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും ചുരൽമല മുതൽ മുണ്ടക്കൈ വരെയുള്ള പ്രദേശങ്ങളിൽ അടിയന്തര ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിനെത്താൻ പോലും സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഉദ്യോഗസ്ഥരുടേതടക്കം നിരവധി പേരുടെ വാഹനങ്ങൾ ഇവിടേക്കുള്ള വഴിയിൽ തന്നെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വാഹനം പാർക്ക് ചെയ്യരുത് എന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചിട്ടുണ്ട്. 14 കിലോമീറ്റർ താണ്ടാൻ സമയം ഏറെയെടുക്കുന്നു. ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിലും മുണ്ടക്കയിലും രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. മന്ത്രിമാരുടെ സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. 800-ലധികം പേരെ രക്ഷപ്പെടുത്തി. 200 പേരെ കാണാനില്ല. ഉറങ്ങിയുണർന്നപ്പോൾ മാഞ്ഞുപോയ പ്രിയപ്പെട്ടവരുടെ ഓർമ്മയിലാണ് ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും സാധാരണക്കാരായ മനുഷ്യർ. മോർച്ചറികളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഓരോ മൃതദേഹവും തിരിച്ചറിയാൻ എത്തുന്നവരുടെ നെടുവീർപ്പുകളും കണ്ണീരും നിലവിളിയും കണ്ടു നിൽക്കുന്നവരുടെയും നെഞ്ചു പൊള്ളിക്കുന്നതാണിത്. NDRFന്റെയും സൈന്യത്തിന്റെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും കൂട്ടായ്മ രക്ഷാപ്രവർത്തനത്തിൽ ഊർജിതമാണ്. രാവിലെ 6 മണിക്ക് തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ചുരൽമലയിലും മുണ്ടക്കയിലും നാഗമലയിലും ഒറ്റപ്പെട്ട മനുഷ്യരെ പൂർണ്ണമായും രക്ഷപ്പെടുത്തി ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചുരൽമലയിലെ താൽക്കാലിക ആശുപത്രിയിൽ ആവശ്യം വേണ്ടവർക്ക് ചികിത്സ നൽകി പ്രധാന ആശുപത്രിയിലേക്ക് മാറ്റുന്നുമുണ്ട്. കൽപ്പറ്റയിലും താൽക്കാലിക ആശുപത്രി ആരംഭിച്ചു. മണ്ണിനടിയിൽ തിരച്ചിൽ നടത്തുന്നതിന് കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ ഉടൻ തന്നെ എത്തിക്കും. കെട്ടിടങ്ങളുടെ കോൺക്രീറ്റ് ഭാഗങ്ങളും ഇരുമ്പ് ഭാഗങ്ങളും മുറിച്ച് തിരച്ചിൽ തുടരുകയാണ്. അതേസമയം വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് ഒരാഴ്ച മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും സംസ്ഥാന സർക്കാർ യഥാസമയം ജനങ്ങളെ ഒഴിപ്പിച്ചില്ലെന്ന് അമിത്ഷാ രാജ്യസഭയിൽ കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എല്ലാ കാലത്തും നാട്ടിൽ പരിഗണിക്കപ്പെടാറുണ്ടെന്നും പരസ്പരം പഴിചാരേണ്ട ഘട്ടമല്ല ഇതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. വസ്തുതകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദുരന്തമുണ്ടായ സ്ഥലത്ത് ഓറഞ്ച് അലർട്ട് നിലനിന്നിരുന്നുവെങ്കിലും രാവിലെ 6 മണിയോടെയാണ് ഈ പ്രദേശത്ത് റെഡ് അലർട്ട് നൽകിയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ പറഞ്ഞതിൽ ഒരു ഭാഗം മാത്രമാണ് വസ്തുതയെന്നും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ജല കമ്മീഷനും ശരിയായ മുന്നറിയിപ്പ് നൽകിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. NDRFനെ അയച്ചത് കേരളം ആവശ്യപ്പെട്ടത് പ്രകാരമാണ് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വയനാട്ടിലെ രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ തുടരുകയാണ് എന്നും അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.